ഗുഡ് ഈവനിങ് എവരിവൺ. സൺഡേ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലുള്ളപ്പോഴുള്ള ഒരു മൊമെൻ്റാണ്. അതായത് പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് സൺഡേ അതുപോലെ സാറ്റർഡേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2 മാസത്തെ അവധി കിട്ടിയ പോലെ. പക്ഷെ പെട്ടെന്ന് ഈ 2 ദിവസങ്ങൾ പോകുന്നുള്ളതാണ് റിയാലിറ്റി. ബാക്കിയുള്ള 5 ദിവസം പോണ പോലെ അല്ല ഈ ദിവസങ്ങൾ പോവുക. ഫാസ്റ്റായിട്ട് പോകും, പെട്ടെന്ന് തീർന്ന പോലെ. നമുക്ക് കളിക്കാൻ കിട്ടിയ സമയം പെട്ടെന്ന് തീർന്ന പോലെ. യഥാർത്ഥത്തിൽ പണ്ടൊക്കെ നമുക്കത് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇന്നും എൻജോയ്മെൻ്റ് ചോദിച്ചാൽ കുറവാണ്. പക്ഷെ അന്നൊക്കെ നമുക്ക് അത്രയും നല്ല റിലാക്സ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സൺഡേ കഴിഞ്ഞ് വൈകുന്നേരത്തോട് അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രിയൊക്കെ എത്താനാകുമ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകേണ്ട മടി, പിറ്റേ ദിവസം എണീക്കുമ്പോഴൊരു മടിയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നമുക്ക് അത് ജോലി പോകാനുള്ള മടിയായിട്ട് മാറിയിട്ടുണ്ട്. മടിക്ക് അന്നൊന്നും ഒരു മാറ്റമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് നിങ്ങളോട് പറയാൻ തോന്നുക, നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാരണം തോന്നുന്നുണ്ട്. അപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നാളത്തെ ഒരു മോർണിംഗ് വരവേൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഏതൊരു ഈവനിങ്ങും ഏതൊരു മോർണിംഗും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യം തന്നെന്ന് പറയാം. എത്ര ഈവനിങ് മോർണിംഗ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എത്രത്തോളം നിങ്ങൾക്കത് ലഭിക്കുന്നു അത്തോളം നിങ്ങൾ ഭാഗ്യവാനാണെന്ന് പറയും. കാരണം ഇന്നുള്ളവർ നാളെ ഉണ്ടാവുന്ന നിർബന്ധമില്ല. ഒരാൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ മടികളൊക്കെ മാറ്റാനായിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളിലുള്ള കുട്ടികൾ കേൾക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടാവുന്നൊരു മടി നമുക്ക് പിന്നീട് കാണിക്കാൻ പറ്റില്ല. ആ ഒരു മടി വേറെ വൈബ് തന്നെയാണ്. ഓക്കെ, എന്ന് വെച്ച് മടി കാണിക്കുന്നതല്ല പറയുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ കേൾക്കുകയാണെങ്കിൽ എനിക്ക് ഒരാളെ വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഇപ്പം ഉള്ള ഒരു മൊമെൻ്റൊക്കെ ഓർത്തിട്ട് ചിരി വരുന്നുള്ളതാണ്. ഇപ്പം തന്നെ കാണിച്ചിട്ട് മൊമെൻ്റ് എടുത്തിട്ട് അപ്പം അത്രയും എംബേഴ്സിന് ഉണ്ടാക്കിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മാക്സിമം അലങ്കോലപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്ക് ചിരിക്കാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ ജോലിക്ക് പോകുന്ന വ്യക്തികളായിക്കോട്ടെ, സ്വന്തമായിട്ട് ഡ്രീമിനോട് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളെ ജേണി തുടങ്ങിക്കൊണ്ടിരിക്കുക. മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്തു പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈവനിങ്ങിൽ ഇത് കേട്ടിരിക്കുമ്പോൾ ചില്ലായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല, അത്രേ പറയാനുള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു.